എൻ്റെ ചോദ്യം ജെൻഡർ പൊളിറ്റിക്സുമായിട്ടുള്ളൊരു ചോദ്യമാണ്. സാധാരണ ലിബറലിസ്റ്റുകളൊക്കെ, പ്രത്യേകിച്ച് LGBTQ ആക്ടിവിസ്റ്റുകളൊക്കെ സാധാരണ അവർ വാദിക്കുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സെക്ഷൽ പ്രാക്ടീസുകളും, അതായത് ഗേ, ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ പോലുള്ള കാര്യങ്ങളൊക്കെ അവർ ലിബറലാക്കണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ധാർമ്മികപരമായിട്ടത് തെറ്റായ കാര്യം തന്നെയാണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു തോന്നൽ എന്തായാലും ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ജനറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ബേസുകളുണ്ടോ, അങ്ങനെ ഒരു ജീൻ ഉണ്ട് എന്നൊക്കെ അവർ സാധാരണ പറയാറുണ്ട്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, നമ്മുടെ പ്രമേയം നാസ്തികതയിലേക്ക് ക്ഷണിക്കുന്ന മുജാഹിദ് സലഫിസം എന്നാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നമ്മുടെ സഹോദരൻ ചോദിച്ചത്. LGBTQIA+ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്നൊരു സംരംഭം കുറേ ആളുകൾക്കൊന്നും പരിചയം ഉണ്ടാവില്ല. അതായത് ഈ ഹെറ്ററോനോർമാറ്റിക് സെക്സ് എന്നാണ് ആണും പെണ്ണും തമ്മിലുള്ള സാധാരണഗതിയിലുള്ള സെക്സ് ജീവിതത്തെക്കുറിച്ച് പറയാം. അതല്ലാത്ത രീതിയിലുള്ളതിനൊക്കെ ക്യൂർ നോർമാറ്റിക് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വിചിത്രമായ രീതിയിലുള്ള സെക്സ് ആസ്വാദനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെസ്ബിയൻ, പെണ്ണും തമ്മിലുള്ളത്, ഗേ, ആണും തമ്മിലുള്ളത്. പിന്നെ ബി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ബൈസെക്ഷൽ, ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്ന ആ രീതി. അപ്പോൾ ഇതിൽ പെടാത്ത ചിലത് കൂടെ ഈ അനുതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ഈ ആക്ടിവിസ്റ്റുകൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ അസെക്ഷൽ, തീരെ സെക്സിനോട് താല്പര്യമില്ല. അതേപ്രകാരം ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹുൻസ, ആണിൻ്റെയും പെണ്ണിൻ്റെയും ലിംഗത്തോടു കൂടെയോ അല്ലെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ലിംഗമല്ല, ഈ മോഷനും യൂറിനൊക്കെ പോരാനുള്ള ചില പ്രത്യേക സംവിധാനം മാത്രം ഉണ്ടാവും. ആ രീതിയിലുള്ള ചില ജന്മങ്ങളുണ്ട്. 1,00,000-ൽ ഒരാളൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും സത്യത്തിൽ ഈ ഒരു ആക്ടിവിസം അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ല. പിന്നെ അത് സമൂഹം അംഗീകരിക്കുന്ന ചില സംഗതികൾ കൂടെ ഇതിലേക്ക് ചേർത്തിയിട്ട് ജനങ്ങളുടെ മൊത്തം സ്വാധീനവും അനുകമ്പയും അനുതാപവും നേടാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്ന ചില സംഗതികളാണ്. എന്തായാലും നമ്മുടെ സഹോദരൻ്റെ ചോദ്യം, ധാർമ്മികമായി ഈ ആണും പെണ്ണും തമ്മിലൊക്കെ ഉള്ള ഈ ലൈംഗിക വൃത്തികൾ ശരിയല്ല എന്ന് മതം പറയുമ്പോഴും അങ്ങനെ ചില ജീനുകളുണ്ട് എന്ന് ഈ ടീം പലപ്പോഴും പറയാറുണ്ട് എന്നാണ്. ഒന്ന്, അത് ഭയങ്കരമായ അബദ്ധമാണ്. ജീനുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിച്ച ചില സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആ വിഷയത്തിൽ അമ്പേ പരാജയപ്പെട്ടതാണ്. ഇതൊരു ജീൻ നിയന്ത്രിക്കുന്നതല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില തോന്നലുകളാണ്. ഈ തോന്നലുകളെ പർവ്വതീകരിച്ച് ആണും പെണ്ണും ആയി ജീവിക്കേണ്ടവരെ ആണിനെ പിടിച്ചിട്ട് ഇനി പെണ്ണാന്നും പെണ്ണിനെ പിടിച്ച് ഇനി ആണാന്നും പറഞ്ഞ് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ജെൻഡർ പൊളിറ്റിക്സ്. കുറേ ആഴത്തിൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ ആ ചോദ്യത്തെ മാത്രം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പെണ്ണിൻ്റെ കൂടെ തന്നെ വളരുന്ന ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ 4-5 പെൺകുട്ടികളോടൊപ്പം വളരുന്ന ഒരു ആൺകുട്ടിക്ക് സ്വാഭാവികമായും പെൺകുട്ടികളെ ചില ചേഷ്ടകളൊക്കെ വരും. അവരിങ്ങനെ നന്നായിട്ട് അടിക്കൂല, എങ്ങനെ അടിക്കലും മാന്തലും പിച്ചലൊക്കെ ചെയ്യുള്ളൂ. ഇതെന്തുകൊണ്ട്? ആ സാഹചര്യത്തിൽ വളരുന്നതുകൊണ്ടാണ്. അവരതിൽ നിന്ന് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പൂർണ്ണ ആണായിട്ട് വളർത്താൻ കഴിയും. ഇന്ന് ലോകത്തുള്ള നിയമം, ഒരാൾക്ക് ആണാണെന്ന് ഒരു പെണ്ണിന് തോന്നിയാൽ അല്ലെങ്കിൽ പെണ്ണാന്ന് ആണിന് തോന്നിയാൽ അവരെ ട്രീറ്റ് ചെയ്യരുത് എന്നാണ്, അവരെ ഉപദേശിക്കരുത് എന്നാണ്, അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കരുത് എന്നാണ്. അത് ക്രിമിനൽ കുറ്റമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്ത്, യൂറോപ്യൻ കൺട്രീസൊക്കെ. അമേരിക്കയിൽ ഒരു വാപ്പ ജയിലിൽ കിടക്കുക, 5 വർഷമാണ് അയാൾക്ക് തടവ് വിധിച്ചത്. 13 വയസ്സുള്ള മോളാണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ് മോളെപ്പോൾ തന്നെ തീരുമാനിക്കല്ലേ, ഒരു 18 വയസ്സായിക്കോട്ടെ. ഇതാണ് അയാൾ ചെയ്ത ക്രിമിനൽ കുറ്റം. നമ്മുടെ തമിഴ്നാട്ടിലെ ചെന്നൈ ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അവിടെയുള്ള സൈക്കാട്രിക് വിഭാഗം ഒന്നിച്ചു കൊടുത്തൊരു കേസ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലും ആ നിയമം വരണം. അതായത് ഒരു കുട്ടിക്ക് ആണാന്നോ അല്ലെങ്കിൽ പെണ്ണാന്നോ തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് എതിർലിംഗത്തോട് താല്പര്യം തോന്നി ഞാൻ അതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പ്രവൃത്തിയും ചികിത്സയും മോട്ടിവേഷനും പിന്നെ കൗൺസിലിംഗ് ഒന്നും നടത്താൻ പാടില്ല എന്ന് ഇന്ത്യയിലും വിധി വരണം എന്നും പറഞ്ഞ് ചെന്നൈ കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താണ് ജീനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് പരമാബദ്ധമാണ്. പിന്നെ APA എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ. അവരുടെ 2-3 വാർഷിക പ്രബന്ധങ്ങളിലുണ്ടായിരുന്നത് ഇത് മെൻ്റലി പ്രോബ്ലം ആണ് എന്നാണ്. പക്ഷേ ഈ LGBT ശരിക്കും പറഞ്ഞാൽ ഒരു ഗേ ആക്ടിവിസ്റ്റായ ആൾ അതിൻ്റെ പ്രസിഡൻ്റായി വന്നതിന് ശേഷം അയാൾ അതിനെതിരെ കുറേ പ്രവർത്തനം നടത്തി. എന്നിട്ട് ലോകശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ശാസ്ത്രം എങ്ങനെയാണോ തീരുമാനം എടുക്കുന്നത്, അന്വേഷണം, പരീക്ഷണം, ഗവേഷണം, നിരീക്ഷണം, തിരുത്തൽ, പിന്നെ അതിന് കുറേ രീതികളുണ്ട്. ഇങ്ങനെയല്ലാതെ വോട്ടെടുപ്പിലൂടെ ഒരു ശാസ്ത്ര സത്യം തീരുമാനിക്കപ്പെട്ടത് ഈ LGBT-കളുടെ മാനസികമായ താല്പര്യം, അദ്ദേഹം പറഞ്ഞല്ലോ അവർക്കൊരു തോന്നലുണ്ട് എന്നുള്ളത്, അത് രോഗമല്ല എന്നുള്ളത് മാത്രമാണ് ലോകശാസ്ത്ര ചരിത്രത്തിൽ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കപ്പെട്ട ഒരു ശാസ്ത്ര സിദ്ധാന്തം.
ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം. ശാസ്ത്രത്തിന്റെ വോട്ടെടുപ്പിലൂടെയോ ഭൂരിപക്ഷം നോക്കിയിട്ടോ അല്ല തീരുമാനിക്കേണ്ടത്. അത് നിരന്തരമായി പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തണം. ഇതൊന്നുമില്ലാത്ത വിധം വോട്ടെടുപ്പിലൂടെ, അപ്പോൾ തന്നെ മഹാഭൂരിപക്ഷം ഒന്നും ഉണ്ടായിട്ടില്ല. 54 ആളുകൾ അനുകൂലിച്ച് വോട്ട് ചെയ്തു, 46 ആളുകൾ എതിർത്തും വോട്ട് ചെയ്തു. അങ്ങനെയാണ് ഇതൊരു മാനസിക പ്രശ്നമാണ് എന്ന് അതുവരെ തീരുമാനിച്ച രീതിയിൽ നിന്ന് മാറി ഇതൊരു രോഗമാണ് എന്നുള്ള രീതിയിലേക്ക് ശാസ്ത്രലോകം ഇവരുടെ ലോബിയിങ് കൊണ്ട് മാറുന്നത്. ഒരു ധാർമ്മിക പ്രശ്നം മാത്രമൊന്നുമല്ല. ഞാൻ എൻ്റെ അവതരണത്തിൽ 1-2 കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എറണാകുളത്ത് വരെ പ്രത്യക്ഷപ്പെട്ട ഒരു രോഗമുണ്ട്. അതിന് വ്യാപനശേഷി കുറവായതുകൊണ്ട് കൊറോണ പോലെ ഒന്നും എല്ലായിടത്തും എത്തിയില്ല. അതിൻ്റെ പേരായിരുന്നു മങ്കി പോക്സ്, കുരങ്ങ് വസൂരി എന്ന് പറയും. ഈ സാധനം പകരുന്നത് ലോകത്ത് പല രാജ്യങ്ങളിലുണ്ടായി. 16 രാജ്യങ്ങളിൽ ഇത് പകർന്നതിൻ്റെ കണക്ക് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യത്തിൽ പുറത്തിറക്കി. അവർ കണ്ടെത്തിയത് എന്താണെന്നറിയാം? 98% രോഗികളും ഒന്നുകിൽ ഗേ ആണെന്നാണ്, അല്ലെങ്കിൽ ബൈസെക്ഷലാണ്. എന്നുവെച്ചാൽ ആണുമായിട്ട് ലൈംഗിക ബന്ധം തുടരുന്ന ആളുകളാണ് 98% രോഗികളും. ഏതിൻ്റെ? ഈ കുരങ്ങ് വസൂരിയുടേത്. അപ്പോൾ ഇത് ധാർമ്മികം മാത്രമല്ല, മാനവ വിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്. ഇതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ കുറേ സമയം വേണ്ടി വരും. ഇതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന LGBT പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ അവരോട് വ്യക്തികളോട് അനുതാപമില്ലാത്തത് കൊണ്ടല്ല, പാവപ്പെട്ട കുറേ ആളുകളെ പ്രകോപിപ്പിച്ച് നിത്യമായ രോഗികളാക്കി മാറ്റുകയാണ്. ഏകദേശം 10-12 ലക്ഷം ചെലവഴിച്ച് അവർ 9ഓളം സർജറി നടത്തുന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം പലരും ആത്മഹത്യ ചെയ്യുന്നു. വലിയ പുരോഗതിയുള്ള അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള അവസ്ഥ ഇതാണ്. അവിടെയൊക്കെ ഇപ്പോൾ എതിർ സംഘടനകളുണ്ട് ആരും ഇത് ചെയ്യരുതെന്നും പറഞ്ഞിട്ട്. പിന്നെ ആണാണെന്ന് മാത്രമല്ല പെണ്ണിന് തോന്നുന്നത്, പെണ്ണാന്ന് മാത്രമല്ല ആണിന് തോന്നുന്നത്, പശുവെന്ന് തോന്നുന്നുണ്ട്, നായാന്ന് തോന്നുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം ജപ്പാനിൻ്റെ തലസ്ഥാനം ടോക്കിയോയിൽ 1500 നായകളുടെ യോഗം നടന്നു. ഒറിജിനൽ നായകളല്ല, നായകളായി മാറിയ ആളുകൾ. 12 ലക്ഷം ചെലവഴിച്ചിട്ടാണ് ജപ്പാനിലെ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നായനേക്കാൾ സുന്ദരമായൊരു നായായിട്ട് മാറിയത്. അയാളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാണ്. 1500 നായകൾ ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞ് കുറേ കുറയ്ക്കുക. അച്ഛൻ വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരിക, ഡ്രസ്സൊക്കെ അഴിക്കുക, എന്നിട്ട് അയാൾ ഇങ്ങനെ നെക്കഡായിട്ട് പിന്നെ കഴുത്തിലോ ചെയിനൊക്കെ കെട്ടിയിട്ട് അയാൾ തന്നെ നിൽക്കുക, എന്നിട്ട് കുറച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ കുറയ്ക്കലിന് നിങ്ങൾ നായല്ലെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുക. ഇതാണ് ലോകം. നായ മാത്രമൊന്നുമല്ല, മരിച്ചു തോന്നുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ 37 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മരിച്ചു, ഒരാൾക്ക് മരിച്ചു തോന്നുന്നു. എന്നിട്ട് അയാൾ ഇങ്ങനെ കിടക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് വല്ലവരും വന്ന് എണീക്ക് ചാടിക്കുന്നൊക്കെ പറഞ്ഞാൽ വയലൻ്റ് ആകുക. ഒന്ന് മരിച്ചെടുക്കാനും സമ്മതിക്കില്ല, നമ്മൾ ചൂടാവുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് മരിച്ചു തോന്നിയാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് സപ്പോർട്ട് ചെയ്യണോ? പള്ളിപ്പറമ്പൊക്കെ വിളിച്ചു പറയണോ? പള്ളിയിൽ വിളിച്ചു പറയണോ? ഇന്നാലില്ലായി എന്ന് പറഞ്ഞ് മൈക്കാട്ടണോ? ലായില്ലാന്നും ചെല്ലി കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയി മറയണോ? ആലോചിച്ച് നോക്കുക. ഈ ചെങ്ങാനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, നീ മരിച്ചിട്ടില്ല, തൻ്റെ രോഗമാണ്. പക്ഷെ അത് പാടില്ല എന്നാണ് പുതിയ ലോകം പറയണത്. ഇതുകൊണ്ട് LGBTQIA+ നമ്മൾ എതിർക്കണമല്ല. അതാ വ്യക്തികളോട് അനുകമ്പല്ലാത്തതുകൊണ്ടൊന്നല്ല. സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കുന്ന ഇത്തരം ആളുകളെ അവരുടെ ചെറിയ കേസുകളൊക്കെ കൗൺസിലിംഗ് കൊണ്ട് രക്ഷപ്പെടും എന്നുണ്ടായിട്ടും കൗൺസിലിംഗ് നടത്താൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് എതിർക്കണം. ഇതാണ് ഇത് സംബന്ധമായി പറയാനുള്ളത്. ഒന്ന്, ജീനിൻ്റെ പ്രശ്നമല്ല, അതവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. രണ്ടാമത്, ഇതൊരു ശാസ്ത്രീയമായ തീരുമാനമല്ല. വോട്ടെടുപ്പ് നടത്തി അവർക്ക് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു തീരുമാനം വന്നതാണ്. ലോക ശാസ്ത്ര ചരിത്രത്തിൽ അങ്ങനെ അല്ലാത്തൊരു ഗവേഷണവും ഇത് സംബന്ധമായി സത്യസന്ധമായി നടന്നിട്ടില്ല.